മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. കർത്താദാസന് ഹെബിൻ, എല്ലാ വിശുദ്ധർക്കും കർത്താവിന് വന്ദനം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് കൂടെ വ്യാപരിക്കുന്നവർക്ക് ദൈവത്തെ ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് ഏറ്റവും വലിയ പ്രോമിസ് ആയിരുന്നു. ഇപ്പോഴത് നമുക്കത് ദാനമായി ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെല്ലാ മേഖലകളിലും ആത്മാവിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവിന് നമ്മെ നടത്തണം. ദൈവാത്മാവ് നമ്മൾ വരാനുള്ള കാരണം നമ്മളത് ഗലാത്യ ലേഖനത്തിനകത്ത് 1-2 വാക്യങ്ങൾ നോക്കിയിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു, ഇനി എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിൽ ഓരോ ദിവസവും നിറയുവാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാണ്. 2-3 വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ മതി. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അവിടെ ഒരു പദം പറയുന്നു, വിശ്വാസത്തിന്റെ പ്രസംഗം. എന്താണ് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗം? അല്ലെങ്കിൽ പൗലോസ് ഗലാത്യ സഭയോട് പ്രസംഗിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ സമീപിക്കാനുള്ള, ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാനുള്ള, ദൈവത്തിന്റെ രക്ഷ പ്രാപിപ്പാനുള്ള, ദൈവത്തിന്റെ നീതി പ്രാപിപ്പാനുള്ള ദൈവത്തിന്റെ മാർഗമാണ് വിശ്വാസം. പൗലോസ് നമ്മൾ ആ വാക്യം എടുത്ത് കണ്ടതാണ്. ജാതികളെ വിശ്വാസവും അനുസരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസിനെ ദൈവം അപ്പോസ്തലനായി നിയമിച്ചതെന്ന് പൗലോസ് റോമാലേഖനം 1:7 പറയുന്നത്. അത് വായിച്ചു നോക്കിയിട്ട് റോമാലേഖനം 1:7, 1:6-7. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. അപ്പോ പൗലോസിന് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു, തന്നെ ദൈവം വിശ്വാസം എന്ന് പറയുന്ന വ്യവസ്ഥ അഥവാ മാർഗം, ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാനുള്ള മാർഗം തന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള വ്യക്തമേറിയൊരു ഉറപ്പ് പൗലോസിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വചനം ഇതേ വചനം തന്നെയാണ്. വിശ്വാസത്തിന്റെ വചനങ്ങളാണ് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ഗോഡ്. അതിന് റോമാലേഖനം തന്നെ ഇതുപോലൊരു വാക്യം പറയുന്നുണ്ട്. റോമാലേഖനം 10-ാമത്തെ അധ്യായം, റോമാലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ പേരാണ് വിശ്വാസത്തിന്റെ വചനം. വിശ്വാസത്തിന്റെ വചനം, വിശ്വാസത്തിന്റെ പ്രസംഗം. കേട്ടോ, ആ 2 വാക്കുകൾ കേട്ടോ. വിശ്വാസത്തിന്റെ വചനം പ്രസംഗിക്കുന്നു, വിശ്വാസത്തിന്റെ പ്രസംഗം പൗലോസ് പ്രസംഗിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇത് പ്രസംഗിച്ചാൽ മാത്രമേ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. റോമാലേഖനം 10-ാമത്തെ അധ്യായം തന്നെ 10:14 മുതൽ വായിച്ച്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും?
പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോ ഈ വചനത്തിന്റെ വേറൊരു പേരാണ് ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം. യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം. ഈ വചനം കേട്ടാലേ നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ വിശ്വസിച്ച് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ നീതിയും നമ്മുടെ ഹൃദയത്തിനകത്ത് സൗജന്യമായി പ്രാപിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്ക് ആ ഭാഗങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അതിനുശേഷം ദൈവാത്മാവ് നമ്മൾ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ഗോഡ്. ഇനി 10:3 മുതൽ ഒന്ന് വായിച്ചാട്ടെ. എന്താണ് വിശ്വാസ വചനം? പൗലോസ് പ്രസംഗിക്കുന്ന വിശ്വാസ വചനം എന്താണ്? 10:3 തൊട്ടൊന്ന് വായിച്ചേ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. മതിയായി, ഞാൻ ആ ഭാഗ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരാം. അവർ ഇസ്രായേലിനെ കുറിച്ച് പറയാം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. പ്രൈസ് ഗോഡ്. അപ്പോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവാം ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുകയായിരുന്നു. പ്രൈസ് ഗോഡ്. തന്റെ നീതി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. നീതിമാനായ ന്യായാധിപതി ആയതുകൊണ്ട് അവൻ മനുഷ്യരിൽ പാപം ഉണ്ടെങ്കിൽ പാപത്തെ ന്യായമായിട്ട് ശിക്ഷിക്കും. കാരണം അത് അവന്റെ നീതിയുടെ വെളിപ്പെടുത്തലാണ്. അത് ഒന്ന് വായിക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ആ വാക്യത്തിലോട്ട് വരാം. റോമാലേഖനം തന്നെ 3-ാമത്തെ അധ്യായം എടുത്താട്ടെ. 3-ാമത്തെ അധ്യായം 23 മുതൽ ഒന്ന് വായിച്ച്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ അവിടെ വചനം പറഞ്ഞ കേട്ടോ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അപ്പൊ ഇതിന്റെ വേറൊരു പേരാണ് വിശ്വാസമാർഗം. വിശ്വാസത്തിന്റെ വചനം എന്ന് പറഞ്ഞു, വിശ്വാസത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നു, ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നു. അപ്പോൾ വേറൊരു പേരാണ് വിശ്വാസമാർഗം. വിശ്വാസമാർഗം എന്തിനു വേണ്ടി? ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ വേണ്ടി വിശ്വസിക്കുന്ന മാർഗം വിശ്വാസമാർഗം. ദൈവത്തിന്റെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിങ്കിൽ നിന്നുള്ള രക്ഷ. നമ്മൾ പറയും, വെളിപ്പാട് ദിവസം പറയുന്നില്ലേ, രക്ഷ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനം. ദൈവം ദാനമായി കൊടുക്കുന്നതാണ് രക്ഷ. ദൈവം സൗജന്യമായിട്ടാണ് ഒരു വ്യക്തിയെ നീതീകരിക്കുന്നത്. നമ്മൾ പിടിച്ചു മേടിക്കുന്നതല്ല. അത് സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ദാനമാണ് നീതി. സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ദാനമാണ് രക്ഷ. അതാണ് 23 പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ ഒരു വ്യക്തി ദൈവം എങ്ങനെ നീതീകരിക്കുന്നത്? യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പിലൂടെയാണ് ദൈവം ഒരു വ്യക്തിയെ സൗജന്യമായി നീതീകരിക്കുന്നത്. യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് നമ്മൾ കേട്ടതാണ്. എന്തിന്? പുത്രനെ പിതാവാം ദൈവം ഭൂമിയിൽ അയക്കണം. എല്ലാ മനുഷ്യരും പാപികളാണ്. ഞാൻ വീണ്ടും ഇത് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയണം. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ജീവിക്കണം.
ദൈവത്തിന്റെ കൃപയിൽ. കാരണം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ സഹായം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എപ്പോഴും ദൈവകൃപയെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കണം. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് എന്താണെന്ന് നമുക്കറിയാം. സ്വർഗത്തിലെ പിതാവ്, നമ്മളെല്ലാവരും പാപികളായിരുന്നു, നമ്മളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശിക്ഷിക്കാതെ നമ്മുടെ പാപം എല്ലാം തന്റെ പുത്രന്റെ മേലിട്ട് നമുക്ക് വിധിക്കാനുള്ള പാപത്തിന്റെ ശമ്പളമായ മരണം തന്റെ പുത്രന് കൊടുത്ത് പിതാവ് തന്റെ പാപത്തോടുള്ള കോപം വെളിപ്പെടുത്തി, നമ്മുടെ പാപത്തോടുള്ള ദൈവത്തിന്റെ കോപം അവൻ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ പകർന്ന് പുത്രനെ നമുക്ക് പകരക്കാരനായി മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ നമ്മുടെ പകരക്കാരനായി മരിച്ചു. അവന്റെ രക്തം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഇതാണ് സ്വർഗത്തിലെ പിതാവ് നമുക്ക് വേണ്ടി നൽകി തന്ന വീണ്ടെടുപ്പ്, ക്രിസ്തുയേശുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ ആരാണോ വിശ്വസിക്കുന്നത്, അതാ യേശുക്രിസ്തുവിന്റെ വിശ്വാസം. അതാണ് യേശുക്രിസ്തുവിന്റെ വിശ്വാസം. ഒന്ന് വായിച്ചു നോക്കിയേ, 3:20 തൊട്ടൊന്ന് വായിച്ചേ. 3:21 വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണം നിൽക്കണേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യേശുവിനെ ഭൂമിയിൽ അയച്ച സ്വർഗത്തിലെ പിതാവാണ്. യേശു ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ പകരക്കാരനായി ക്രൂശിന്മേൽ കയറി, നമ്മുടെ പകരക്കാരനായി. പ്രൈസ് ഗോഡ്. അവൻ നമ്മുടെ പകരക്കാരനായി ക്രൂശിന്മേൽ കയറി. നമുക്ക് നോക്കാം 2:5. ദൈവം ഒരുവൻ, ഞാൻ വായിച്ചു ഇവിടെ പെട്ടെന്ന്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശുവൻ. എല്ലാ മനുഷ്യരുടെയും ജീവിതം പാപത്താൽ മലിനമായതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ വന്ന് പാപം ചെയ്യാതെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് പെർഫെക്റ്റ് ജീവിതം നയിച്ച ഒരു നല്ലവനായ കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെയാണ് ക്രൂശിലേക്ക് പിതാവാൻ ദൈവം അയച്ചത്. യേശു നമുക്ക് എല്ലാത്തിലും അനുഗ്രഹമാണ്. അവന്റെ ജനനം നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ ജീവിതം നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ മരണം നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ അടക്കം നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ ഉയർപ്പ് നമുക്ക് അനുഗ്രഹമാണ്. അവന്റെ തേജസ്കരണം നമുക്ക് അനുഗ്രഹമാണ്. അവൻ വീണ്ടും നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്നത് നമുക്ക് അനുഗ്രഹമാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മഹാപുരോഹിതനായി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമുക്ക് അനുഗ്രഹമാണ്. ഇന്ന് അവന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരുന്ന് പിതാവേത് വിളിക്കുവാനുള്ള പ്രാപ്തി തരുന്നതും നമുക്ക് അനുഗ്രഹമാണ്. യേശുവാണ് നമ്മുടെ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ജീസസ് ഈസ് അവർ ബ്ലെസ്സിങ്. സ്വർഗത്തിലെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരുത്തിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ നന്മ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തേജസ്സിന്റെ കർത്താവാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എല്ലാ നിമിഷവും അവനിൽ സന്തോഷിച്ച് അവന്റെ നാമത്തിൽ പിതാവാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയരെ, നിങ്ങൾ യേശു ക്രിസ്തുവിലാണോ? നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ഭയപ്പെടേണ്ട, പിശാചിനെ ഭയപ്പെടേണ്ട, പ്രലോഭനങ്ങളെ ഭയപ്പെടേണ്ട, നരകത്തെ ഭയപ്പെടേണ്ട, ശാപത്തെ ഭയപ്പെടേണ്ട, നിത്യമരണത്തെ ഭയപ്പെടേണ്ട. എല്ലാത്തിനുമുള്ള പരിഹാരം, വിടുതൽ യേശു ക്രിസ്തുവിലുണ്ട്. താങ്ക് യു ലോർഡ്. എല്ലാത്തിനുമുള്ള പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. എത്ര പ്രോമിസുകൾ ദൈവം തന്നിട്ടുണ്ടോ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ ഊവെന്നത്രേ പൗലോസ് പറയും. ഞങ്ങളിൽ ആമേൻ, ഞങ്ങൾ ആമേനും കൂടെ പറഞ്ഞു. അങ്ങനെ തന്നെ പ്രോമിസ് എത്രയുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ അത് എല്ലാം ദൈവം മുദ്രയിട്ടിരിക്കുന്നത്. അത് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിതാവായ ദൈവം അവനെ നിത്യജീവനായി മുദ്രയിട്ടിരിക്കുന്നു.
നമുക്ക് നിത്യജീവൻ തരാൻ അവനിലാണ് ആ മുദ്ര കിടക്കുന്നത്. അവനെ മാത്രം, അവനോട് ചേർന്ന് യാത്ര ചെയ്താൽ മതി. ഇതെല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടന്നു. ക്രിസ്തീയ ജീവിതം സിമ്പിളാണ്. ഒത്തിരി കർത്താവ് പറഞ്ഞ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് പറയുന്നത് പോലെ സ്നേഹിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും ഇത് സിമ്പിൾ. സ്നേഹിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഇത് സിമ്പിളാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് ഭയങ്കര ഭയങ്കര പ്രശ്നമായിട്ട് തോന്നേക്കാം. ഭാരപ്പെടുന്നു. യേശുവിന്റെ മാർഗം അത്ര മനോഹരമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മെ ബലപ്പെടുത്താൻ. ഇനി പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും അനുസരിച്ച് പിതാവിനെ പ്രസാദിപ്പിച്ച ആ ദൈവപുത്രന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്നിരുന്ന്, അവൻ വന്നപ്പോൾ അവന്റെ എല്ലാ കൽപ്പനകളുമായിട്ടാണ് വന്നത്. പിതാവാൻ ദൈവത്തെ അനുസരിച്ച് പ്രസാദിപ്പിച്ച സകല കൽപ്പനകളുമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ നമുക്ക് പ്രാപ്തി തരുന്നത് അവന്റെ ശക്തിയാണ്. അതിന്റെ പേരാ അവന്റെ കൃപ. അവന്റെ കൃപ. കൃപയെന്ന് പറഞ്ഞാൽ നമ്മുടേതല്ല, കൃപ അവന്റേതാണ്. എന്തിനാണത്? നമ്മളെ ശക്തീകരിക്കാനാണ്, നമുക്ക് ശക്തി പകരാനാണ്. യേശു നമ്മൾ ജീവിക്കുക അവന്റെ ശക്തിയാ, അവന്റെ കൃപയാൽ അവൻ നമ്മുടെ അകത്ത് ജീവിക്കുക. നമ്മൾ പെർമിഷൻ കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, പൗലോസ് പറയും, പൗലോസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ശുശ്രൂഷ ചെയ്തു, താൻ വേണ്ടി ഓടി, വിശ്വാസം കാത്തു, ഒത്തിരി ചെയ്തു. ഞാൻ ആകുന്നത് കൃപയാലാകും. ഞാൻ നിങ്ങളെക്കാളൊക്കെ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, പൗലോസ് കൊരിന്ത്യരോട് പറയും. പക്ഷെ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്ര. അർത്ഥം കർത്താവ് തന്റെ സഹായം നമ്മളിൽ തരികയാണ്. കൃപയെന്ന് പറയുമ്പോൾ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ദൈവത്തിന്റെ ഹെൽപ്പ്. ദൈവത്തിന്റെ ഹെൽപ്പ് മാനവകുലത്തിന് ദൈവം കൊടുത്ത ഗ്രേസ് ആണ് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കും. മാനവകുലത്തിന് ദൈവം കൊടുത്ത ആ വലിയ സഹായമാണ്, ഹെൽപ്പാണ്, ഗ്രേസ് ആണ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ സഹായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രേസിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോ അവൻ നമ്മുടെ പകരക്കാരനായി ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി മറുവിലയായിട്ട്, മറുവില റാൻസമായിട്ട് നാം ചെയ്തൊഴിക്കേണ്ടത്, നാം പരിഹരിക്കേണ്ടത് അവൻ നമുക്ക് വേണ്ടി പരിഹരിച്ചു. പ്രൈസ് ഗോഡ്. ഇതാണ് റോമാലേഖനത്തിൽ കണ്ടത്. അപ്പൊ അവൻ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് പിതാവ് നമ്മെ നീതീകരിക്കുന്നത്. അപ്പൊ നീതീകരിക്കപ്പെടാൻ വേണ്ടി ഒന്നും കൊടുക്കേണ്ട, നമ്മുടെ ഒരു സാധനം വേണ്ട. ജസ്റ്റ് ബിലീവ് ഇൻ ഗോഡ്. ദൈവം തന്റെ പുത്രനെ അയച്ചെന്ന് വിശ്വസിക്കുക. പുത്രൻ ഭൂമിയിൽ വന്ന് നമ്മുടെ മറുവിലയായി, നമ്മുടെ പകരക്കാരനായി, സബ്സ്റ്റിറ്റ്യൂട്ടായി അവൻ നമുക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുക, അടക്കപ്പെട്ടെന്ന് വിശ്വസിക്കുക. പിതാവാൻ ദൈവം അവനെ ഉയർപ്പിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്. അവന്റെ ഉയർപ്പ് എന്തിനായിരുന്നു? പിതാവിനെ ഉയർപ്പിക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിനകത്ത് പദ്ധതി മനുഷ്യരെ ജസ്റ്റിഫൈ ചെയ്യുക, നീതീകരിക്കുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പിതാവാൻ ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പിതാവ് ചെയ്ത എല്ലാ കാര്യത്തിനകത്തും വലിയ ഗൗരവമേറിയ കാര്യമുണ്ട്. അല്ലെ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വാക്ക് തന്നെ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പതിയാനായിട്ടാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. റോമാലേഖനം 4 24-25 വാക്കുകൾ വായിച്ചാട്ടെ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പൊ ശ്രദ്ധിച്ച, യേശുവിന്റെ മരണം നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിനേൽപ്പിച്ചു. അപ്പൊ പിതാവാം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് നമ്മുടെ അതിക്രമത്തിന്റെ ശിക്ഷയായി തീർക്കാൻ വേണ്ടിയിട്ടാണ്. 2, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന. അപ്പൊ പിതാവ് യേശുവിനെ ഉയർപ്പിച്ച എന്തിനാ? തന്റെ മക്കളെ നീതീകരിക്കണം. പാപികളായ ജനത്തെ നീതീകരിച്ച് നീതിമാന്മാരാക്കി തീർക്കണം, വിശുദ്ധരാക്കി തീർക്കണം, മക്കളാക്കി തീർക്കണം.
ഇതിനു വേണ്ടിയിട്ട് പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. താങ്ക് യു ലോർഡ്. ഇനി ഇത് ആര് വിശ്വസിക്കുന്നു? അതാ 25-ാമത്തെ വാക്യം പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ, അത് പിതാവ് ഉയർപ്പിച്ചത്, വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. നമുക്ക് എന്തോ കണക്കിടും? നീതി കണക്കിടും, നീതി കണക്കിടും. അപ്പൊ ദൈവത്തെ ആര് വിശ്വസിക്കുന്നോ അവർക്ക് ദൈവത്തിന് നീതി ദാനമായി കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചില്ലേ? ദൈവം ഹാബേലിനെ നീതീകരിച്ചു, ഹാനോക്കിനെ നീതീകരിച്ചു, നോഹയെ നീതീകരിച്ചു, അബ്രാഹാമിനെ നീതീകരിച്ചു, ദാവീദിനെ നീതീകരിച്ചു. എല്ലാം വിശ്വാസത്താല. ദൈവം പറഞ്ഞ വാക്ക് അവർ കേട്ടു, ദൈവം നീതീകരിച്ചു. എന്നാൽ ഈ തലമുറയ്ക്ക്, അന്ത്യ തലമുറയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വചനം അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമാണ്, തന്റെ പുത്രനെ കുറിച്ചുള്ള വചനമാണ്, വീണ്ടെടുപ്പിന്റെ വചനമാണ്. ഞാൻ മാനവകുലത്തിന് വേണ്ടി വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആ വീണ്ടെടുപ്പിന്റെ വചനങ്ങളാണ് ഇന്ന് ഈ തലമുറയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ വചനമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. നമ്മളെ കുറിച്ച് പറഞ്ഞ ആർക്കും രക്ഷ കിട്ടത്തില്ല. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രൊക്ലെയിം ചെയ്താൽ മാത്രമേ ജനത്തിന് രക്ഷ കിട്ടത്തുള്ളൂ, നീതി കിട്ടത്തുള്ളൂ, നിത്യജീവൻ കിട്ടത്തുള്ളൂ, പിതാവാം ദൈവത്തോട് നിരപ്പ് വരത്തുള്ളൂ. നിരപ്പ് റിലേഷൻ ഓക്കെ ആകത്തുള്ളൂ. ശത്രുവായിരുന്നവൻ അവനെ മിത്രമാക്കി തീർക്കാൻ അവന്റെ നടുവിൽ ഒരു മധ്യസ്ഥം വന്നു നിന്നു. അവന്റെ പേരാണ് നസ്രനായ യേശു. അവൻ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തത് കാര്യങ്ങൾ പറഞ്ഞല്ല, സ്വന്തം ജീവൻ അർപ്പിച്ച മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തു. അവൻ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തത് സ്വന്തം ജീവൻ അർപ്പിച്ചാണ്. അതുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുവാണ്. അവനെ പോലെ നിസ്തുല്യനായി വേറെ ആരുമില്ല ഈ ഭൂമി. കർത്താവിനെ എല്ലാം മഹത്വം അർപ്പിക്കും. കുഞ്ഞാടിന്റെ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തെ ഉയർത്തും, നിത്യപിതാവിനെ ഉയർത്തും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മനസ്സിലാകാൻ ചിന്തിക്കുന്നു. ഇനി അടുത്തത് ക്രിസ്തുവേശുവിലെ വിശ്വാസം. അർത്ഥം യേശു ക്രിസ്തുവിനെ പിതാവ് അയച്ചു, അവൻ ഈ ഭൂമിയിൽ വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതിന്റെ പേരാണ് യേശു ക്രിസ്തുവിലെ വിശ്വാസം. അതാണ് റോമാലേഖനം 3:21 പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആ വാക്യം കണ്ടോണ്ട് അണ്ടർലൈൻ ചെയ്യേണ്ടതാ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം എന്തിനാ കൊടുത്തത്? ജനത്തിന് അല്ലെ? പഴയ തലമുറയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു, കർമ്മമാർഗം കൊടുത്തു. കർമ്മമാർഗം നീതി പ്രാപിക്കാൻ വേണ്ടി കൊടുത്തതാ, നീതി പ്രാപിക്കാൻ വേണ്ടി കൊടുത്തതാ. അതിനെക്കുറിച്ച് തന്നെ ഞാൻ വാക്യം വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം തന്നെ എടുത്താട്ടെ, റോമാലേഖനം 10-ാം അധ്യായം എടുത്താട്ടെ. 10:2 മുതൽ ഞാൻ പെട്ടെന്ന് വായിച്ചുകൂടാ. ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്. യഹൂദന്മാർക്കാണല്ലോ നിയമം കൊടുത്തത്, കൽപ്പനകൾ കൊടുത്തത്. ഓക്കെ, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയും. യഹൂദന്മാരെ കുറിച്ച് പൗലോസ് ഒരു സാക്ഷ്യം പറയാണ്, പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് അവർക്ക് എരിവുണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് ഭയങ്കര എരിവുള്ള ഗ്രൂപ്പാണ്. അവരുടെ ഇടയിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു, എരിവുകാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു. ഇത് തന്നെയായി ഭയങ്കര എരിവാ റൈസ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 3-ാം വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ, ഈ സ്വന്തം കഴിവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. എന്റെ പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് നമ്മുടെ നടുവ് നോക്കുന്ന ഞാനത് ചെയ്തു, ഇതൊന്നും ചെയ്യാൻ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റും, ഞാൻ ആകുന്നത് കൃപയാലാകും, ഞാൻ നീതീകരിക്കപ്പെട്ടതിന്റെ കൃപയാൽ,
ഞാൻ രക്ഷിക്കപ്പെട്ടു നിന്റെ കൃപയാൽ. അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരുന്നുണ്ടോ? പ്രാർത്ഥിക്കാം, നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. പക്ഷേ അതൊന്നും നമ്മൾ സ്വന്തം മഹത്വം എടുക്കത്തില്ല. നമ്മൾ പറയും, അപ്പാ എനിക്ക് പ്രാർത്ഥിപ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, ഉപവസിക്കാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, ജീവിക്കാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, കൊടുപ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, സ്നേഹിപ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാനൊരു ശുശ്രൂഷകനല്ലേ, ശുശ്രൂഷിപ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, ആടുകളെ മേയ്പ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം, വായി തുറക്കുമ്പോൾ നിന്റെ വചനം തന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. അഹങ്കരിക്കാൻ ഒന്നുമില്ല പ്രിയരെ, നാം ആകുന്നത് കൃപയാലാകും. ഇങ്ങനെയൊന്ന് ഇന്നു കൊടുക്കാമോ? ദൈവം തന്റെ മഹത്വം നമ്മുടെ മേൽ പ്രദർശിപ്പിക്കും. മഹത്വം എല്ലാം ദൈവത്തിന് കൊടുക്കണം. നമ്മളാകുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് ഭയങ്കര ആഴമാണ്. സ്വർഗീയ പിതാവ് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തത്? നമ്മുടെ യോഗ്യത നോക്കിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്വർഗീയ പിതാവ് നമ്മെ കണ്ടതുകൊണ്ട്, തെരഞ്ഞെടുത്തതുകൊണ്ട് എല്ലാം ദൈവം ദാനമാണ്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാത്തിലും മഹത്വം അർപ്പിക്കണം. അപ്പൊ ഇസ്രായേലിനെ കുറിച്ച് പറയാണ്, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിന്റെ നീതി ഇപ്പൊ എവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ക്രിസ്തുവേശുവിന്റെ ക്രൂശിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശില. നമുക്കൊന്ന് വായിച്ചു കാണിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചാട്ടെ. റോമർ 3 തന്നെ 25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനെ പരസ്യമായി മരക്കുരിശിന്മേൽ തൂക്കിയത് എന്തിനാണ്? ക്രൂശ് മരണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് എന്തിനാണ്? അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇനി അടുത്ത എന്തിനാണത്? ദൈവം തന്റെ പൊറുമ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദീർഘക്ഷമ. ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. പ്രൈസ് ഗോഡ്. അതിന്റെ വാക്കിന് അർത്ഥം എന്താ? നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ, നമ്മളെല്ലാം പാപം ചെയ്തവരല്ലേ? പഴയ തലമുറയെ കണ്ടിട്ടില്ലേ? പഴയ തലമുറയില് ഈ ഉൽപ്പത്തി പുസ്തകം വരെ, ഉൽപ്പത്തി മുതൽ മലാഖി പുസ്തകം വരെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചവർക്ക് ദൈവം നീതിയോടെ ന്യായം വിധിച്ചിട്ടുണ്ട്, ഇല്ലേ? ആദവിനെ തൊട്ടങ്ങ് തുടങ്ങുക. ഓരോ തലമുറയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിന്റെ ന്യായവിധി അത് മൊത്തം യുദ്ധങ്ങളും അവരങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ വന്നു. വേറൊന്നുമല്ല, ദൈവത്തിന്റെ നീതിക്ക് ഒത്തോണ്ട് മാത്രമേ ന്യായം വിധിക്കൂ. ഒരു ജനത്തിന്റെ പാപം വരികി കഴിയുമ്പോൾ ദൈവം തന്റെ നീതിക്ക് ഒത്തോണ്ട് എന്ത് ചെയ്യും? അവരെ ന്യായം വിധിക്കും. ഇതുപോലെ തന്നെ നമ്മളെല്ലാം പാപം ചെയ്തവരായിരുന്നു. അപ്പൊ കഴിഞ്ഞ തലമുറയിൽ ഓരോരുത്തർക്കും അവരുടെ പാപത്തിനനുസരിച്ച് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കാൻ, നമ്മളെ അങ്ങ് വെറുതെ വിടാൻ പോവാ, നമ്മളോട് കരുണ കാണിക്കാൻ പോവാ, നമ്മുടെ പാപമെല്ലാം ക്ഷമിച്ചു വരാൻ പോവാ. പക്ഷെ അപ്പൊ പഴയ തലമുറ ചോദിക്കത്തില്ല, നീ നീതിയില്ലാത്ത ദൈവമല്ലേ? ഞങ്ങൾ പാപം ചെയ്തപ്പോൾ ഞങ്ങളെ ശിക്ഷിച്ചു, ഇവരെ നീ ചുമ്മാ പറഞ്ഞു വിടുവാണോ? അപ്പൊ ദൈവം നേരെ ചൂണ്ടിക്കാണിക്കും, ദേ ഇവർക്ക് പകരക്കാരനായി ഞാൻ ഒരുവനെ അയച്ചേക്ക്, അതെന്റെ പുത്രനാണ്, അവന്റെ മേലേക്ക് നിങ്ങളുടെ മുഴുവൻ പാപം ഇട്ടിട്ട് ഞാൻ അവനെ നിങ്ങൾക്ക് പകരം മരണശിക്ഷ കേൾപ്പിക്കുക. അപ്പൊ പുത്രന്റെ ശരീരം തകർന്നു കിടക്കുമ്പോൾ പിതാവാം ദൈവം വിളിച്ചു കൊള്ളുകയും, ഞാൻ നീതിവാനാണ്, ഞാൻ എന്റെ നീതിക്കൊത്തവണ്ണം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ നിങ്ങളുടെ പാപത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു, ഞാൻ നീതിമാനാണ്. ഇനി 2, ഒന്നവൻ നീതിമാനാണെന്ന് ക്രൂശിന്മേൽ പ്രദർശിപ്പിച്ചു, തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. അത് മാത്രമല്ല, ഇനി 26-ാമത്തെ വാക്യം, തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിനെ പരസ്യമായി നമ്മുടെ പകരക്കാരനായി തൂക്കുവാൻ, ക്രൂശിന്മേൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് പിതാവ് നീതിമാനാണെന്ന് പ്രദർശിപ്പിക്കാനാണ്. തന്റെ നീതിക്കൊത്തവണ്ണം പാപത്തിന് ന്യായം വിധിച്ചു എന്ന് കാണിച്ചു കൊടുക്കാനാണ്. അടുത്തത് യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. പ്രൈസ് ഗോഡ്.
ആരാ അതാ കർത്താവ് പറഞ്ഞേ, ഈ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. അവങ്കിലേക്ക് നോക്കുന്നവർ ജീവിക്കും. ഇത് കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. യേശുവിന്റെ ലൂടെ പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? യേശുവിന്റെ ക്രൂശിലേക്കൊന്ന് നോക്കാമോ? നമ്മുടെ ലജ്ജകൾ മാറുക, ദൈവം നമ്മെ നീതീകരിക്കുക, ദൈവം നമുക്ക് രക്ഷ തരികയാണ്. അപ്പൊ ഈ വചനത്തിന്റെ പേരാണ് വിശ്വാസത്തിന്റെ വചനം. ഒന്ന് വായിക്കാം നമുക്ക്. 26-27. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണം അനുസരിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്ന ഒരു തലമുറയായിരുന്നു പഴയ ഈ ന്യായപ്രമാണത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന തലമുറ. ഈ പരീശന്മാരൊക്കെ കണ്ടില്ലേ, പരസ്യ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും കാണുക, അവരെന്ത് ചെയ്യും, അവരുടെ ഓഹരി കൊടുക്കും, എല്ലാവരും കാണുക, ഉപവസിച്ച് മുഖമൊക്കെ വാടി വന്നിരിക്കും. എന്നറിയുമ്പോ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് വചനം ചോദിക്കുക, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. മനുഷ്യന് ഇനി പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവം തന്റെ പുത്രനെ അയച്ച് പൂർത്തീകരിച്ച വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലൂടെയാണ് ഇന്ന് നമ്മൾ സൗജന്യമായി രക്ഷിക്കപ്പെടുന്നത്, നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അത് അവന്റെ കൃപയാലാണ്, അവന്റെ സഹായത്താലാണ്. അവനാണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പൊ മഹത്വം മൊത്തം ആർക്ക് കൊടുക്കും? നമ്മൾ സ്വർഗത്തിലെ ക്രിസ്തുവിൽ പിതാവാം ദൈവത്തിന് കൊടുക്കും. പ്രൈസ് ഗോഡ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ വിശ്വസിച്ച് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ഗലാത്യ സഭ. അപ്പൊ പരിശുദ്ധാത്മാവ് വരാനുള്ള കാരണം വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നമ്മൾ നീതി പ്രാപിച്ചത് കൊണ്ടാണ് ദൈവാത്മാവ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവം നമുക്ക് ക്രിസ്തുയേശുവിലൂടെ ദാനമായി തന്നതാണ്. വായിച്ചു നോക്കി. ഗലാത്യ ലേഖനം എടുത്താട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 3-6 വായിക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണേ ആ വാക്യങ്ങൾ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നത് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാം മുമ്പ് കൂട്ടി അറിയിച്ചു. നമ്മൾ ഈ വചനം മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഒന്നെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ദൈവം അബ്രഹാമിനോട് പറയാണ്, എന്നാൽ ദൈവം, ആ 8-ാമത്തെ വാക്യം ശ്രദ്ധയോട് നല്ലൊരു നോക്കി. എന്നാൽ ദൈവം വിശ്വാസം മൂലം, വിശ്വാസം എന്നുള്ളടത്ത് ഓർത്തോണം, യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അപ്പൊ അബ്രഹാമിനോട് ദൈവം ഒരു സുവിശേഷം അറിയിച്ചായിരുന്നു. എന്താ സുവിശേഷം? ദൈവം യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്. പ്രൈസ് ഗോഡ്. യേശു വന്നത് 2000 കൊല്ലം മുമ്പാണ്. എന്നാൽ അതിനും 13,500 കൊല്ലം മുമ്പ്, അതിനും 10,000 കൊല്ലങ്ങൾക്ക് മേളിൽ മുമ്പ് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്ന തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. ഇനി അടുത്തത് ആ വാക്കിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് തിരിച്ചിന് പ്രാർത്ഥിക്കാം. 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന് ലഭിക്കപ്പെട്ട അനുഗ്രഹം എന്താ? ദൈവനെ നീതീകരിച്ചത് അബ്രഹാമിന്റെ അനുഗ്രഹം. ഇതേ അനുഗ്രഹം അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ നീതി പ്രാപിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ തന്നെ നമ്മളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതി പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടു. പാപിയായിരുന്നു,
ദൈവത്തെ വിശ്വസിച്ചു, നീതി പ്രാപിച്ചു, അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അതുകൊണ്ടാണ് അവൻ അവകാശിയായി മാറുന്നത്, അവന് വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെടുന്നത്. ഇതുപോലെ അബ്രഹാം പ്രാപിച്ച അതേ അനുഗ്രഹം വിശ്വാസത്താൽ നമ്മളും പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ? അബ്രഹാമിന്റെ അനുഗ്രഹം ദൈവം അവന് കൊടുത്ത നീതിയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. അതേ അനുഗ്രഹം നമ്മൾ യേശുക്രിസ്തു വിശ്വസിച്ച് പ്രാപിക്കുന്നു. എന്നിട്ട് വിശ്വാസത്താൽ ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ വിശ്വാസത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നീതീകരിച്ച്, ദൈവം ശ്രദ്ധിച്ചു നോക്കിയേ, പരിശുദ്ധമാവ് ഹോളിയാണ്, അതിപരിശുദ്ധനാണ്. അവൻ ഈ നമ്മുടെ അകത്ത് ഒത്തിരി കുറവുകളില്ലേ, നമ്മുടെ പ്രാണന് ശരീരത്തിലേക്ക് ഒത്തിരി കുറവുകളില്ലേ, ഒത്തിരി കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനുണ്ട്. പിന്നെ അവൻ എങ്ങനെ നമ്മുടെ അകത്ത് വന്ന് വസിക്കും? ഈ ഹോളിയായവൻ ദൈവം നമ്മെ നീതീകരിച്ച് കുറ്റമറ്റവരായി കണക്കാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് തന്ന വലിയ ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് അബ്രഹാമിനെ പോലെ ദൈവത്തിന് നീതി പ്രാപിച്ചത് കൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ജീവനായി വസിക്കുന്നത്. ഇനി എല്ലാ സെക്കൻഡുകളും ഈ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവ് ദാനമാണ്. അവൻ എല്ലാ സെക്കൻഡുകളും ശ്രദ്ധിച്ച് നടക്കണം. ഒരു നിമിഷം പോലും അവനിൽ നിന്ന് തിരിയാതെ എല്ലാ സെക്കൻഡുകളും അവൻ തരുന്ന വചനത്തിന്റെ ബോധമനുസരിച്ച്, അവൻ തരുന്ന കൽപ്പനകൾ അനുസരിച്ച്, അവൻ നൽകുന്ന നിയോഗങ്ങൾ അനുസരിച്ച് നമ്മൾ ആത്മാവിൽ നടക്കാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ നിറയാൻ തുടങ്ങും. നമ്മൾ എത്രത്തോളം ആത്മാവിൽ നടക്കുന്നു അത്രത്തോളം നമ്മൾ ആത്മാവിൽ നിറയാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ആത്മാവ് നിറയുമ്പോൾ നമ്മുടെ വാക്ക് മാറും. അന്യഭാഷ മാറുന്നത് മാത്രമല്ല, നമ്മുടെ ഭാഷകൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ അകത്ത് ബലം വർദ്ധിക്കും, ആനന്ദം വർദ്ധിക്കും, സന്തോഷം വർദ്ധിക്കും, സ്വസ്ഥത വർദ്ധിക്കും. എല്ലാ മേഖലകളിലേക്കും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുവാൻ കൂടെയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. അനുസരിച്ച് നടക്കും തോറും അവൻ നമ്മുടെ അത് നിറയുവാൻ കൂടെയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഞങ്ങളുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനായി നന്ദി. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ തന്നെ ഫലമേൽപ്പിക്കുന്ന അപ്പച്ച എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താണ്. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് പോലും ദൈവാത്മാവിൽ നിന്ന് ശ്രദ്ധ മാറാതെ എവരി സെക്കൻഡ് കർത്താവേ, ജഡത്തിൽ ചിന്തിക്കാതെ, ജഡത്തിൽ പ്രവർത്തിക്കാതെ, ജഡത്തിൽ സംസാരിക്കാതെ, മാനുഷികമായി സംസാരിക്കാതെ, മാനുഷികമായി പറയാതെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഓ ഡർവീനി മെറണ്ടല തക്കർദീന കറണ്ടലിബിയ റംബലത്തിയ വർത്തനിറ്റിയ മെമ്പട്ടിയ കുർവിയാന സൊറോബിലന ലംബ്രസിയ ക്രേഷസിയ. ജീവൻ സ്പിരിറ്റ്, ജീവൻ സ്പിരിറ്റ്, ജീവൻ സ്പിരിറ്റ് ഞങ്ങളുടെ വിശുദ്ധന്മാരെല്ലാവരെയും ബലപ്പെടുത്തണം. യേശുവിൻ നാമം നല്ല പിതാവേ.